Hello, welcome back to my YouTube channel and welcome to my another vlog. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സി നമ്മൾ ചില കാര്യങ്ങൾ വാങ്ങിച്ചാൽ അതായത് നോക്കിയും കണ്ടും വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര അച്ചട്ടാണ്. നമ്മൾ നോക്കിയും കണ്ടും വാങ്ങിക്കണം, ഇല്ലെങ്കിൽ ഇപ്പം എന്നെപ്പോലെ ഇതുപോലെ ഇരിക്കും. ബിക്കോസ് ഞാൻ ഇതുപോലെ ഒരു റിംഗ് ലൈറ്റൊക്കെ വാങ്ങിച്ചായിരുന്നു. എൻ്റെ പൊന്നെ, റിംഗ് ലൈറ്റ് വാങ്ങിച്ച എന്നാന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ ആ റിംഗ് ലൈറ്റ് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല ഗൈസ്. റിംഗ് ലൈറ്റല്ല, ആ റിംഗ് ലൈറ്റിന് നടുക്ക് മൊബൈൽ ഹോൾഡർ ഉണ്ടല്ലോ. പൊന്നി, എൻ്റെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആ റിംഗ് ലൈറ്റ് എന്നെ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട് ഇതാ വരുന്നേന്നും പറയുന്ന പോലെ നേരെ എൻ്റെ പുറത്തോട്ട് വീഴും. അത് എന്നാന്ന് എനിക്കറിയാൻ മേല. അവസാനം ഞാനത് ശരിയാക്കി വന്നപ്പം മൊബൈൽ കയറാത്ത പരുവത്തിലായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്താക്കി, പിന്നെ എനിക്ക് അതിനോട് എന്തോ ഒരു എന്താ പറയുക വിരക്തി തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ മാറ്റിവെച്ച സമയം കൊണ്ട് അത് ചുക്കിലിയായി. അയ്യോ, ആകെ പ്രശ്നമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പാവം 850 രൂപയ്ക്ക് പപ്പയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് ഞാൻ പോയി വാങ്ങിച്ചതാണ്. പപ്പയും ഞാനും ഉണ്ടായിരുന്നു. ആദ്യം എന്നോട് പറഞ്ഞു നീ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്ന്. പക്ഷെ ഞാനത് കേട്ടില്ല ഗൈസ്. പിന്നെ അത് റെഡിയാക്കുന്ന പരുവത്തിലോട്ട് ഞാൻ കടന്നു. അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ അടുക്കളയിൽ കയറിയപ്പം അടുക്കളയുടെ ഒരു സൈഡ് ഫുൾ ഗോതമ്പ് ദോശയാണ്. എങ്ങോട്ട് നോക്കിയാലും ഗോതമ്പ് ദോശ. എനിവേസ്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ആഹാരമാണ് ഗോതമ്പ് ദോശ. അതെന്നാ ചോദിച്ചാൽ അറിയത്തില്ല. എനിക്ക് ഗോതമ്പ് ദോശ പണ്ടേ ഇഷ്ടമല്ല, ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല. മുരിച്ചുണ്ടാക്കിയില്ലേനും. എനിവേസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിക്ക് ശേഷം ഞാൻ വീണ്ടും റിംഗ് ലൈറ്റിൻ്റെ പരിപാടിക്കായിട്ട് ഇറങ്ങി തിരിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത് അഴിച്ച് പണിത് അവസാനം ഉണ്ടല്ലോ, റിംഗ് ലൈറ്റിൻ്റെ അകത്ത് നിന്ന് മൊബൈൽ ഹോൾഡറൊക്കെ മാറ്റി. റിംഗ് ലൈറ്റ് എന്തായാലും വർക്കാവുന്നുണ്ട്. പിന്നെ ഞാനൊന്നും മാറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാമെന്നൊന്നും ഞാൻ ചിന്തിക്കാൻ പോയില്ല. നേരെ അപ്പൻ്റെ കൊടുത്തു. അപ്പാ പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് ടെക്നിക്കലി ഇതിൻ്റെ പരിപാടിയൊന്നും, വയറിങ്ങിൻ്റെ പരിപാടി അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഏത് സ്വിച്ച് ഇട്ടാലും ലൈറ്റ് കത്തുന്നുണ്ട്. അയ്യോ, എന്തായാലും ആ പരിപാടിക്ക് ശേഷം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ കടലക്കാരൻ്റെ കടല വാങ്ങിക്കുന്ന സീനാണ്. എൻ്റെ ശബ്ദം ഇതുവരെയും ശരിയായിട്ടില്ല. നീ എന്ന് ശരിയാകുന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ, ജലദോഷവും പനിയും വന്ന് ഇങ്ങനെയും 1 മാസം നീണ്ടു നിൽക്കുന്ന മൂക്കടപ്പുണ്ടോ എനിക്കറിയത്തില്ല. എനിവേസ്, ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ മൂക്ക് അടഞ്ഞിട്ട് എനിക്ക് ഞാൻ പറയുന്നതൊക്കെ എനിക്ക് തന്നെ തിരിച്ച് റിട്ടേൺ കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ജലദോഷം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കും അടഞ്ഞിട്ട് അവസാനം ചെവി മൂക്കും ഒക്കെ അടഞ്ഞിട്ട് ഞാൻ പറയുന്നത് തന്നെ എനിക്ക് തിരിച്ച് റിട്ടേൺ കേൾക്കാൻ പറ്റും. ഞാൻ വല്ലാത്തൊരു അസുഖമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളുടെ സോളുവിനെ കുളിപ്പിക്കുന്ന സീനാണ്. കുളിപ്പീരെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് യുദ്ധമായിരിക്കും, അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. മിക്കവാറും ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് യുദ്ധമാണ്. അവൾ പിടിക്കുന്നിടത്തൂടെ ഞാൻ പോകത്തില്ല, ഞാൻ പിടിക്കുന്നിടത്തൂടെ അവൾ പോകത്തില്ല. പക്ഷെ എൻ്റെ നമുക്ക് പപ്പ കുളിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ, ഇതുപോലെ അനുസരണ ഉള്ള ഒരു നായി വേറെ ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും അനുസരണയാണ്. അവൾ നല്ല വൃത്തിയായിട്ട് പപ്പ കുളിപ്പിക്കുമ്പോൾ നിന്ന് കൊടുക്കും. ചില സമയത്തൊക്കെ കിടന്നു കൊടുക്കുന്നത് കാണാം. പപ്പ പിന്നെ ഇങ്ങനെ കസേരയിലൊക്കെ ഇരുന്ന് അവൾക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ തൊഴിച്ച് കൊടുത്ത് അവളെ ഒന്ന് തണുപ്പിച്ച്, പപ്പ കാല് പൊക്കാൻ പറയുമ്പോൾ കാലൊക്കെ പൊക്കും കേട്ടോ. അത്രയ്ക്ക് അനുസരണമാണ്. പിന്നെ പാളയം, ഇതൊക്കെ ഞാൻ എപ്പോൾ എടുത്ത വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഒരു പിടുത്തമില്ല. ഞാനിങ്ങനെ എടുക്കുന്ന വീഡിയോസ് ഗാലറിയിൽ നിന്ന് നേരെ ഞാനിങ്ങനെ നമ്മുടെ ഡ്രാഫ്റ്റിലോട്ട് കൊണ്ട് സേവ് ചെയ്തിടും. പിന്നെ ഞാൻ ആലോചിക്കും, ഇത് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ആക്കി വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എനിവേസ്, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളിൽ കൂടെ ഞാൻ പലപ്പോഴായിട്ടും പപ്പയും ഞാനും കൂടെ പോയ സീനുകളാണ്. ഇതൊക്കെ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് പ്രകൃതി രമണിയാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. സായാഹ്ന കാലമാണ് ഉദ്ദേശിക്കുന്നത്. പടിഞ്ഞാറക്കോട്ട വഴി. എൻ്റെ പൊന്നെ, പടിഞ്ഞാറക്കോട്ടയുടെ അവസ്ഥ പണ്ടത്തെ കോട്ടയാടാ. നാണക്കേട് മറയ്ക്കാനാണെന്ന് തോന്നുന്നു പച്ച പുതപ്പിച്ചിരിക്കുന്നത്. എനിവേസ്, ട്രിവാൻഡ്രം കോർപ്പറേഷൻ വെരി ബാഡാടാ, വെരി ബാഡ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം മീഞ്ചക്കിലൂടെ ഒരു പോക്ക് പോയതാടാ, നേരെ കോവളം. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ നേരെ കോവളത്തെ ചാടുമെന്ന്. പിന്നെ മനസ്സിലായി കോവളത്തെ ചാടേണ്ട ആവശ്യം വന്നില്ലടാ. കിട്ടിയ ഗ്യാപ്പിന് തിരിച്ച് റിട്ടേൺ അടിച്ചു. ദിസ് ഈസ് ടൊമാറ്റോ ബേക്സ് ആൻഡ് ഗ്രിൽസ്. എനിക്കിഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റാണ് ടൊമാറ്റോ ബേക്സ് ആൻഡ് ഗ്രിൽസ്. വൈബ് എനിക്കിഷ്ടമാണ്. ഒരു
ഒരു പോസിറ്റീവാണ് അന്തരീക്ഷം. സൂപ്പറാണ്. ഹലോ, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും പുറത്ത് പോകുന്നതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. പക്ഷേ ഉണ്ടല്ലോ, എനിക്കങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല. തുണി മാറുക, ഇറങ്ങി ഓടുക, അതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ബ്ലോഗ് കാണുന്നവർക്കറിയാം, ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ നമ്മളൊന്ന് ഈവനിങ് വൈബ് പിടിക്കാൻ പുറത്തിറങ്ങും. അതങ്ങനെ ഒരു ആചാരമായിപ്പോയി. ഹായ് സൺ കിസ്സസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എൻ്റെ മുഖത്ത് എല്ലാ പോരായ്മയും പുറത്തറിയും. എനിവേ, നമുക്കൊന്ന് വൈബ് അടിച്ചിട്ട് വരാം. ഏത്തക്കാപ്പവും സ്ട്രോങ് ചായയും കുടിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല പാട്ടായിരുന്നു, ദർശന പാട്ട്. കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ ശബ്ദമേ മ്യൂട്ട് ചെയ്ത്. എൻ്റെ മുടി വെട്ടിത്തരുന്നത് എൻ്റെ ഫാദർജി ആണെങ്കിലും ഫാദർജിയുടെ മുടി വെട്ടണമെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു ടീം തന്നെ വേണം. കാരണം അത്രയ്ക്ക് ഉള്ള മുടിയായ കാരണം ഹാൻഡിൽ വിത്ത് കെയറാണ്. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് മുടി വെട്ടാനിരിക്കുന്ന എൻ്റെ ഫാദർജീനെയാണ്. വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞിട്ടുള്ള നടപ്പാണ് കേട്ടോ. നല്ല രസമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് ഞാൻ ഈ പോകുന്നത് ടൊമാറ്റോ ബേക്സ് ആൻഡ് ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ദേവരാജൻ മാസ്റ്ററിൻ്റെ പേരിലുള്ള മ്യൂസിക് അക്കാഡമി, ദേവരാഗപുരം. ഈ വിദ്യാരംഭത്തിൻ്റെ സമയമായതുകൊണ്ട് അവിടെയൊക്കെ നല്ലതായിട്ട് അലങ്കരിച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ റെസ്റ്റോറൻറ്റ് ഞാൻ പോയത് തന്നെ നമുക്കൊരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്, മൈ ലിറ്റിൽ അനിയൻ ബ്രദർ, അവൻ്റെ ഒരു ബർത്ത്ഡേ. അപ്പം നമ്മളൊന്ന് അവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഇതൊക്കെ നല്ല നൈസ് മെമ്മറീസ് ആണല്ലേ. എനിക്കങ്ങനെയൊക്കെയാണ്. എല്ലാവരും എന്തായാലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എല്ലാവരും 4-5 വഴിക്കാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കോർ മെമ്മറിയിലേക്കായിട്ടുള്ള ഒരു സംഭവം. പണ്ട് എനിക്ക് ഈ ഫോട്ടോസ് വീഡിയോസൊന്നും സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പിന്നീട് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പാത്ത് വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പല ഫോട്ടോസും പല മെമ്മറീസും അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഓർമ്മയിലുണ്ടാവുമല്ലോ. പിന്നീട് ജീവിതത്തിൻ്റെ തിരക്കുകളൊക്കെ വന്നപ്പോൾ ഓർക്കാൻ പോയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിലേക്ക് വരാൻ പോലുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. ഇതൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ, വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ, ഇതുപോലെ ഡോക്യുമെൻ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോർ മെമ്മറിയിലേക്കുള്ള ഒരു ചെറിയൊരു ബ്ലോസം പോലെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഹലോ, എന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതെ. സോ എൻ്റെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ വിശേഷമൊന്നുമില്ല. നല്ലൊരു കുറച്ച് മൊമെൻറ്റ്സൊക്കെ മെമ്മറിയിലാക്കാൻ പറ്റുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സ്, അത് ഞാനിങ്ങനെ യൂട്യൂബിലിടും. നാളെ എനിക്ക് വീണ്ടും ജസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ മറിച്ച് നോക്കുന്ന പോലെ മറിച്ച് നോക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാനിങ്ങനെ ഡോക്യുമെൻ്റ് ആക്കുന്നത് യൂട്യൂബിൽ. വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ഞാനിങ്ങനെ വീട്ടിലോട്ട് നടക്കുകയാണ് വൈബടിച്ച്. ഐ ലവ് ദിസ് വാക്കിംഗ്. സോ ഓക്കെ, ബൈ. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.